യുദ്ധക്കെടുതിയിൽ മടങ്ങുന്നവർക്ക് പ്രവാസി ബിസിനസ് സെന്റർ, വനിതകൾക്ക് ഫെമിനിച്ചി ഫാത്തിമ പുരസ്കാരം, കരുതലിന്റെ പൊന്നാനി ബജറ്റ്. യുദ്ധം സൃഷ്ടിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളാൽ നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് അവരുടെ മികച്ച സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങാൻ പ്രവാസി ബിസിനസ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങാൻ സംവിധാനമൊരുക്കി പൊന്നാനി നഗരസഭാ ബജറ്റ്. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വിവിധ വികസന കോർപ്പറേഷനുകൾ, വ്യവസായ വകുപ്പ്, കൃഷി, ഡയറി, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും സഹകരണം ഉറപ്പുവരുത്തും. കൂടാതെ നോർക്ക പദ്ധതികൾ നഗരസഭാ പരിധിയിൽ വിപുലപ്പെടുത്തും. തൊഴിലും വരുമാനവും നേടി തലയുയർത്തി നിൽക്കുന്ന വനിതകൾക്ക് സംരംഭം പുരസ്കാരം ഏർപ്പെടുത്തും. തീരദേശ വാർഡുകളിലെ പുതിയ വനിതാ സംരംഭങ്ങൾക്ക് ഫെമിനിച്ചി ഫാത്തിമ പുരസ്കാരം. ഇതോടൊപ്പം നിലവിലെ പദ്ധതികൾ തുടരും. ലഹരി വ്യാപനത്തെ ചെറുക്കാൻ എല്ലാ വാർഡുകളിലും പൊതു കളിസ്ഥലം ഉറപ്പാക്കും. സ്വകാര്യ ഭൂമികൾ താൽക്കാലികമായി ചെറുതും വലുതുമായ കളിസ്ഥലമായി വിട്ടുകൊടുക്കുന്നവർക്ക് വർഷം തോറും നഗരസഭയുടെ വെൽനസ് റോയൽറ്റി ഉറപ്പാക്കും. ഉറൂബ് നഗർ, ചന്തപ്പടി റോഡ് പുതിയ ടേക്ക് എ ബ്രേക്കിന്റെ മുൻവശം കൂടി ഉൾപ്പെടുത്തി സാംസ്കാരിക സായാഹ്നങ്ങൾ ഒരുക്കുന്ന മാനവീയം വീഥി മോഡൽ ഉമ്മാച്ചുപാത നിർമ്മിക്കും. വലിയ ജുമാ മസ്ജിദിന്റെ പള്ളിക്കുളം പൈതൃക സംരക്ഷണ പദ്ധതിയായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കിപ്പണിയും. കുറ്റിക്കാട് വാവ് ബലിതർപ്പണത്തിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നഗരസഭ സംവിധാനം ഒരുക്കും. ടൂറിസത്തിൽ മുന്നേറുന്ന പൊന്നാനിയിലെത്തുന്ന അതിഥികൾക്കും മറ്റും ശുചിത്വവും ശുചീകരണവുമായ ഭക്ഷണം നൽകുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് ഗ്രേഡ് നൽകി ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പുവരുത്തും. ഇങ്ങനെ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളുടെ വ്യാപാരം പ്രോത്സാഹിപ്പിക്കും. നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഏത് ആപൽഘട്ടത്തിലും പൊതുജനങ്ങളെ സഹായിക്കാനുള്ള പരിശീലനം നൽകുന്നതോടൊപ്പം ഇവരുടെ വാഹനങ്ങളിൽ നഗരസഭയുടെ ജീവരക്ഷാ ലോഗോ പതിക്കും. ഒറ്റപ്പെട്ടവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഓട്ടോ സേവനത്തിന് ഗുഡ് എൻട്രി നൽകും. ഈ പദ്ധതിയിൽ ആരോഗ്യവകുപ്പ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, RTO, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണം ഉറപ്പുവരുത്തും. തൊഴിലും വരുമാനവും നേടി തല ഉയർത്തി നിൽക്കുന്ന വനിതകൾക്ക് സംരംഭക പുരസ്കാരം. തീരദേശ വാർഡുകളിലെ പുതിയ വനിതാ സംരംഭങ്ങൾക്ക് ഫെമിനിച്ചി ഫാത്തിമ പുരസ്കാരം. ഇതോടൊപ്പം നിലവിലെ പദ്ധതികൾ തുടരും. വെൽനസ് റോയൽറ്റി, കായികക്ഷമതയിലൂടെ ലഹരി പ്രതിരോധം. ലഹരി വ്യാപനത്തെ ചെറുക്കാൻ എല്ലാ വാർഡുകളിലും പൊതുകളിസ്ഥലം ഉറപ്പാക്കും. സ്വകാര്യ ഭൂമികൾ താൽക്കാലികമായി ചെറുതും വലുതുമായ കളിസ്ഥലമായി വിട്ടുകൊടുക്കുന്നവർക്ക് വർഷം തോറും നഗരസഭയുടെ വെൽനസ് റോയാലിറ്റി. മാനവീയം വീഥി മോഡൽ ഉമ്മാച്ചുപാത, പൈതൃകവും സമകാലികതയും ചേർന്നു നിൽക്കുന്ന സാംസ്കാരിക രംഗം. ഉറൂബ് നഗർ, ചന്തപ്പടി റോഡ് പുതിയ ടേക്ക് എ ബ്രേക്കിൻ്റെ മുൻവശം കൂടി ഉൾപ്പെടുത്തി സാംസ്കാരിക സായാഹ്നങ്ങൾ ഒരുക്കുന്ന മാനവീയം വീഥി മോഡൽ ഉമ്മാച്ചുപാത. പൊന്നാനിയുടെ പൊതുവികസനത്തോടൊപ്പം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ, ഭിന്നശേഷിക്കാർ, മാനസിക വൈകല്യം നേരിടുന്നവർ, വയോജനങ്ങൾ, തൊഴിലന്വേഷകർ, സ്ത്രീകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രവാസികൾ, വ്യാപാരി വ്യവസായികൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ, പൊന്നാനിയിലേക്ക് ജോലിക്കും ടൂറിസ്റ്റുകളായും എത്തുന്ന അതിഥികൾ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. 13,72,109 രൂപ മുന്നിരിപ്പും 99,75,48,000 രൂപ പ്രതിവർഷ വരവും 74,22,75,000 രൂപയും 38,66,45,109 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അവതരിപ്പിച്ചത്. നഗരസഭ ചെയർപേഴ്സൺ CV സുധ ആമുഖ പ്രസംഗം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ റീന പ്രകാശൻ, TK മഷൂദ്, ഷനിൽ കുമാർ, C സൗധാമിനി, P ഹസീന എന്നിവർ സംസാരിച്ചു. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില
ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.